അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് കുറേ നാൾ ആലോചിച്ച് അവസാനമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓൾമോസ്റ്റ് ഒരു മാസം മുന്നേ ഞാൻ തയ്യാറാക്കി വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നീട് ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. വേറൊന്നുമല്ല, ഞാൻ ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ. ഞാൻ ചെയ്ത ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇതിന് മുന്നേ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ നെക്ക് പാറ്റേണിൻ്റെ ലോങ് വീഡിയോ ഇടാവോ എന്നുള്ളത്. ഞാനതിൻ്റെ നെക്ക് പാറ്റേണിൻ്റെ ലോങ് വീഡിയോയും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഒരു കാര്യം വിട്ടുപോയി. ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യണ ഈ സ്കാലപ്പ് വർക്ക് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരച്ചെടുത്തതെന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ മേലെ ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അപ്ലോഡ് ചെയ്യാം, കാരണം ഈ ഒരു സ്കാലപ്പ് വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയല്ല. ഒരു ഷേപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്തെങ്കിലും കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റണമെങ്കിൽ ബാക്കി സ്റ്റെപ്സ് ഉപകാരമാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ. അപ്പം 2 ക്യാൻവാസ് ഇതേ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കഴുത്തിന് എത്ര നീളം വേണം, എത്ര ഡീപ്പായിട്ട് വേണം, അതിനനുസരിച്ച് വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസിൻ്റെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടി ഒരു 3 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട നീളത്തിനേക്കാളും ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാൽ മതി. അപ്പം ഞാൻ ഇതുപോലെ 2 എണ്ണം ആ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പീസിലേക്ക് ഇങ്ങനെ ലൈനിങ് പീസിലേക്കാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ തുണി കുറച്ച് മെയിൻ മെറ്റീരിയൽ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഞാൻ 2 പീസ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരു പീസ് തന്നെ മതി. അതിനുശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസും കൂടെ വെക്കുക. ഇനിയുള്ള അടിക്കലാണ് സൂക്ഷിച്ചടിക്കേണ്ടത് കേട്ടോ. കറക്റ്റ് ആ കോർണേഴ്സൊക്കെ കറക്റ്റായിട്ട് അടിക്കണം. കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഇത് അടിച്ചെടുക്കുക എന്നുള്ളത്. അത്ര ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറേ ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നീറ്റായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു കട്ട് കൊടുക്കുമ്പം ഞാനിപ്പം വലിയൊരു സിസറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ചെറിയൊരു കട്ടർ ഉണ്ടല്ലോ അതെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് ആ കോർണേഴ്സ് നന്നായിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ സ്റ്റിച്ച് വരെ. എന്നാൽ സ്റ്റിച്ച് പൊട്ടി പോകാനും പാടില്ല. അത്രയും നീറ്റായി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മറിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ സ്കാലപ്പ് നെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് നന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് മറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അത് ഇത്രയും വൃത്തിക്ക് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടേ. അപ്പം നമ്മുടെ സ്കാലപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡ്രസ്സിലേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ലൈനിങ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിലാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്യുന്നത്. നെക്കിന് ഞാൻ വിടുത്തെടുത്തിരിക്കുന്നത് 4 ഇഞ്ചസാണ്. താഴേക്ക് 10 ഇഞ്ചസ് ഇറക്കമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവേ. എത്രയാണോ ഇറക്കം വേണ്ട അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാനൊരു 2 ഇഞ്ച് വീതിയിലും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ മെയിൻ മെറ്റീരിയലിലും ഈ അടയാളപ്പെടുത്തിയ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ അകലം 4 ആയിരുന്നല്ലോ, ആ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. എന്നിട്ട് ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെക്കുവാണ്. ശ്രദ്ധിക്കണം, മെയിൻ മെറ്റീരിയലിൻ്റെ മോശം വശത്താണ് നമ്മളിപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശത്തല്ല, മോശം വശത്താണ്. അതിനുശേഷം ലൈനിങ് കറക്റ്റായിട്ട് വെച്ചിട്ട് നെക്ക് മാത്രം അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിലെ പോർഷൻസ് എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇപ്പം നമ്മൾ മോശം വശത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി മറിച്ചിടുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശമായിരിക്കും കേട്ടോ കിട്ടുക. എന്നിട്ട് ഇവിടെ വരുന്ന ഈ കോർണർ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ആ സ്റ്റിച്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കതൊന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച സ്കാലപ്പ്, ഞാൻ കുറച്ച് എക്സ്ട്രാ നീളം ഇടണമെന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാൻ കുറച്ചധികം എക്സ്ട്രാ നീളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, ഉള്ളിലേക്ക് മറിഞ്ഞ് കിട്ടണമല്ലോ. ഇങ്ങനെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തോടുണ്ടല്ലോ അവിടം വരെ കറക്റ്റായിട്ട് അതങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. രണ്ടും അടിക്കുമ്പോൾ ഒരുപാട് ഇറങ്ങിപ്പോരുത്, രണ്ടും ഒരേ നീളത്തിലായിരിക്കും കേട്ടോ താഴ്ഭാഗത്ത് വരുമ്പം അടിച്ച് നിർത്തേണ്ടത്. നമ്മൾ ആ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ കട്ട് അങ്ങ് മറിഞ്ഞ് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ വരെ മാത്രം കറക്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയേ. അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മറിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നെക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. സാധാരണ ഒരു ഇറക്കത്തിലേക്കാണ് എടുത്തതെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ നെക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിതിപ്പോൾ 10 ഇഞ്ച് ഇറക്കം ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറേ റിവീലിംഗ് ആയിരിക്കും. അപ്പം ഞാൻ വേറൊരു പീസും കൂടെ വെച്ച് പിടിപ്പിക്കുന്ന ഉദ്ദേശത്തിലാണ് ഇത്രയും ഡീപ്പായിട്ട് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് പോർഷൻസ് കൂടി ഒരു പ്രസ് അടിപ്പ് കൊടുക്കാം കേട്ടോ. താഴ്ഭാഗത്ത് വരുമ്പം ഒരു കട്ടിട്ട് കൊടുത്തല്ലോ, അതിൽ ആ ഒരു ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ കഴിയും. ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ പ്രസ് അടിപ്പ് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഉള്ളിൽ വെക്കാനുള്ള ഒരു എക്സ്ട്രാ പീസ് വെക്കുവാണ്. അപ്പോൾ എനിക്ക് തുണിക്ക് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് ഒരു പീസ് ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് അതൊന്ന് മടക്കി എടുക്കുവാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ആ ഫോൾഡഡ് ഭാഗമല്ലാത്ത 3 ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ എടുത്ത പീസ് ഈ ഒരു പരുവത്തിലേക്കാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു നെക്ക് പാറ്റേൺ
നമ്മൾ ടേബിളിലേക്ക് നന്നായിട്ടൊന്ന് വിരിച്ചിടുക. അതിൻ്റെ താഴേക്കായിട്ട് ഈ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇത് ടേബിളിൽ വെച്ച് പിന്നെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് മാത്രമേ എടുത്ത് തയ്ക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. എത്രയാണോ കഴുത്തിന് അകലം ഇറക്കം വേണ്ടതെന്നുള്ളത് ഈ ടൈമിൽ കറക്റ്റ് നോക്കണം. ഞാനൊരു 6.5 ഇഞ്ചിലാണ് ആ ഒരു പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത്ര ഇറക്കം മതി. അപ്പം നിങ്ങളുടെ ഇറക്കത്തിനനുസരിച്ച് അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ്സിലൂടെ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നേരത്തെ അടിച്ച അടിപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെ അടിച്ചാൽ മതി. സോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരിക. ഇപ്പം നമ്മൾ ഉള്ളിൽ എക്സ്ട്രാ വെച്ച് പിടിപ്പിച്ച പീസ് ഉണ്ടല്ലോ, അതിനോട് ചേർത്ത് ആ സ്കാലപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.